രേഖാചിത്രം. അപ്പം അതിലിപ്പം പഴയ മമ്മൂട്ടീനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആരും വിശ്വസിക്കുന്ന രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ആടുജീവിതം ഇറങ്ങിയ ടൈമിൽ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നിട്ടുണ്ടായിരുന്നു, മരുഭൂമിയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പാമ്പുകൾ അതിൽ ഏകദേശം ഒരു 3 ഒറിജിനൽ ഉള്ളൂ, ബാക്കിയെല്ലാം AI യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. പണ്ട് മൈക്രോസോഫ്റ്റിനെ പറ്റിയൊരു അബദ്ധം പറയാം. അതായത് പണ്ട് 2016 സപ്ലൈ അടിച്ചപ്പോഴാണ് സപ്ലികളാണ് ഇവിടെ എത്തിച്ചത്. എല്ലാവർക്കും ഈ ഒരു കോഡിങ് എന്ന് പറഞ്ഞ ഒരു പേടിയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് പ്രാക്ടീസിലൂടെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ നമ്മൾ പക്ഷെ എത്രത്തോളം എറേഴ്സ് വരുന്നോ നമ്മൾ അത്രത്തോളം റിഫൈൻ. കോഡിങ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. ഇപ്പൊ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരണമെങ്കിൽ അതിന്റെ ഒരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കും? AI ഒരു ഇമ്പോർട്ടൻസ് പറയുന്ന സമയത്ത് റീസെന്റ് ഞാനൊരു മൂവി കണ്ടു, രേഖാചിത്രം. അപ്പം അതിലിപ്പം പഴയ മമ്മൂട്ടീനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആരും വിശ്വസിക്കുന്ന രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആടുജീവിതം ഇറങ്ങിയ ടൈമിൽ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നിട്ടുണ്ടായിരുന്നു, മരുഭൂമിയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പാമ്പുകൾ അതിൽ ഏകദേശം ഒരു 3 ഒറിജിനൽ ഉള്ളൂ, ബാക്കിയെല്ലാം AI യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് AI ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണുന്നത്. റീസെന്റ് ഒരു ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു സ്കാം നടന്നു. അതായത് നമ്മുടെ ബ്രാഡ് പിറ്റിനെ യൂസ് ചെയ്തിട്ട് ബ്രാഡ് പിറ്റ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഇത് വെച്ചിട്ട് എല്ലാവരും ആനി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ചുകാർക്ക് ഇതുപോലെ സ്കാമേഴ്സ് അയച്ചു കൊടുത്തു. ബ്രാഡ് പിറ്റിന് ഇതുപോലെ ഹോസ്പിറ്റലിലാണ്, പക്ഷേ ആ ടൈമിൽ എനിക്ക് ആനിനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ സ്കാമേഴ്സ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പുള്ളിക്കാരത്തിന് ഏകദേശം $1 മില്യൺ അവർ ഇതാക്കി. പുള്ളിക്കാരത്തി ആളുടെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്തു ബ്രാഡ് പിറ്റിൻ്റെ കൂടെ പോകാനായിട്ട്. അങ്ങനത്തെ ഒരു സ്കാം റീസെൻ്റ്ലി നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പണ്ട് മൈക്രോസോഫ്റ്റിനെ പറ്റിയൊരു അബദ്ധം പറയാം. അതായത് പണ്ട് 2016 മൈക്രോസോഫ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടൊരു AI ചാറ്റ് ബോട്ടിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ചാറ്റ് ബോട്ട്സ് ഇങ്ങനെ AI പവേർഡ് ആയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു വൻ ന്യൂസ് ആയിരുന്നു. ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ. ടേയ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് ബോട്ടിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടേയ് എന്ന് പറയുന്നത് ഈ ട്വിറ്ററിൽ ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്തിട്ട് പോകാനുള്ള ഒരു ചാറ്റ് ബോട്ടായിരുന്നു അവർ ഉദ്ദേശിച്ചത്. തന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ദ മോർ യു ഇൻട്രാക്ട് ദ സ്മാർട്ടർ ഇറ്റ് ബിക്കംസ് എന്നായിരുന്നു. അപ്പം ഇതിനെ ലോഞ്ച് ചെയ്തു. അപ്പോൾ ആൾക്കാരല്ലേ ഫുള്ളി സെക്സിസ്റ്റും റേസിസ്റ്റും ആയിട്ടുള്ള കമൻസും അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ആയിരുന്നു ടേയിനോട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടേയും ഇതിൽ നിന്നായിരുന്നു പഠിച്ചത്. ഈ ഹെയ്റ്റ് ഇൻട്രാക്ഷൻസ് കൂടെ ടേയും ഹെയ്റ്റ് ന്യൂസ് ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി. സൊസൈറ്റി മീഡിയ ആകെ മൊത്തം ഷോക്ക്ഡായി. ഫൈനലി മൈക്രോസോഫ്റ്റിന് ഇത് ലോഞ്ച് ചെയ്ത് 16 hours ഇതിനെ പിൻവലിക്കേണ്ട വന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് എത്തിക്കൽ AI ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് AI കമ്മ്യൂണിറ്റി മനസ്സിലാക്കി തുടങ്ങിയത്. അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, AI ഒരുപാട് നന്നായി പെർഫോം ചെയ്യുന്ന AI ടൂൾസിനെ ഇംപ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല, എത്തിക്കൽ AI ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിവേദ്യ ആക്ച്വലി ഒരു സീനിയർ ഡാറ്റ സയന്റിസ്റ്റ് ആ ഒരു ജോബ് റോളാണ്. സോ ആക്ച്വലി എന്താണ് ആ ഒരു കരിയർ പാത്ത്, അല്ലെങ്കിൽ ആ എന്തൊക്കെ പഠിച്ച് ഏതൊരു രീതിയിൽ ആ ഒരു ജേണി മുന്നോട്ട് വന്നിട്ടാണ് ഇപ്പം റൈറ്റ് നൗ ഒരു സീനിയർ പൊസിഷനിൽ എത്തി നിൽക്കുന്നത്? ഞാൻ ബിടെക് പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു. അത് പഠിച്ചതിന് ശേഷം ഞാൻ ഗേറ്റിന് പ്രിപ്പയർ ചെയ്തു, ഗേറ്റ് എഴുതി ക്രാക്ക് ചെയ്തു. അങ്ങനെ ഞാൻ IIT കോൾ വന്നു. അപ്പോൾ അവിടെ എനിക്ക് 3 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നുകിൽ VLSI എടുക്കാം, കമ്മ്യൂണിക്കേഷൻ എടുക്കാം, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എടുക്കാം. ഈ 3 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മെഷീൻ ലേണിംഗ് ആ സമയത്ത് ഒരു ഫ്രഷ് ഫീൽഡായിരുന്നു. ഇത് 2017 ഞാൻ MTech എടുത്തത്. ഒരു ഫ്രഷ് ഫീൽഡായിരുന്നു. മാത്രമല്ല എനിക്ക് മാത്സും കോഡിങ്ങും ഒക്കെ അത്യാവശ്യം ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മെഷീൻ ലേണിംഗ് സ്പെഷ്യലൈസേഷൻ എടുത്തത്. അപ്പോൾ IIT ഹൈദരാബാദായിരുന്നു പഠിച്ചത്. അങ്ങനെ 2 കൊല്ലത്തെ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞു. അങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്കൊരു കോർപ്പറേറ്റിലൊരു ഡേറ്റ സയൻറ്റിസ്റ്റായി ജോബ് കിട്ടി. ഇപ്പം ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വിത്ത് എക്സ്പീരിയൻസ് നമ്മളങ്ങനെ പൊസിഷനിലായിട്ട് മാറി വരുമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഓക്കെ. അപ്പോൾ നിവേദ്യ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു BTech എടുത്തത് ECയിലായിരുന്നു അല്ലേ? സോ അവിടുന്ന് MTech ചെയ്തത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. സോ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം EC എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ലൈക്ക് ഡിഫറെൻ്റ് ആണല്ലോ, രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ അവിടുന്ന് മെഷീൻ ലേണിംഗ് എടുത്തപ്പോൾ ഉള്ള ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. ഈസിയിൽ നമ്മള് മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു മൊത്തത്തിലൊരു ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് അലൈൻഡ് ആണ്. നമ്മളിപ്പം ECയിൽ നമ്മൾ മാത്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ECയിൽ പ്രോബബിലിറ്റി ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും കാൽക്കുലസ് ആണെങ്കിലും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് ഓൾറെഡി ECയിലുണ്ട്.
അപ്പം മെഷീൻ ലേണിങ്ങിലാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ മാത്സ് ആണ്. അപ്പോൾ അത് രണ്ടും അലൈൻഡ് ആയിരുന്നു, എളുപ്പമായിരുന്നു ആ രീതിയിൽ. പിന്നെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിംഗ് ആയിരുന്നു. ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റിന് മെഷീൻ ലേണിങ്ങിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും, കാരണം ഇച്ചിരി കൂടെ പ്രോഗ്രാമിങ്ങിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം പ്രോഗ്രാമിങ്ങിന് എനിക്ക് ആദ്യം ഇച്ചിരി പാടായിരുന്നു, പക്ഷേ വിത്ത് എക്സ്പീരിയൻസ് അതും എളുപ്പമായി. അപ്പം മൊത്തത്തിൽ ഒരുപാട് ഡിഫറെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഈസി ടു മെഷീൻ ലേണിംഗ് ട്രാൻസിഷൻ എളുപ്പമായിരുന്നു. നിങ്ങളുടെയൊക്കെ എങ്ങനെയായിരുന്നു? ആർച്ച് എങ്ങനെയായിരുന്നു? ഫിസിക്സ് ആയിരുന്നല്ലേ? എൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഞാൻ +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത്. +2 കമ്പ്യൂട്ടർ സയൻസിന് ശേഷം എനിക്കും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ വീട്ടിൽ നിന്നുള്ളൊരു ഇൻട്രസ്റ്റ് പ്രകാരം ഫിസിക്സ് ഡിഗ്രിയാണ് എടുത്തത്. അപ്പം ഞാൻ ഡിഗ്രി ഫിസിക്സ് എടുത്തു ഓട്ടോമാറ്റിക്കലി. പിന്നെ അതിൻ്റെ തന്നെ PG ചെയ്തു. അപ്പം PGയുടെ ആ ഒരു ഫൈനൽ സെമസ്റ്റർ ഒക്കെ ആയപ്പോഴാണ് നമുക്ക് പ്രൊജക്റ്റിൻ്റെ വരുമല്ലോ. അപ്പം പ്രൊജക്റ്റിൽ ഇങ്ങനെ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. പ്രൊജക്ട് മെഷീൻ ലേണിംഗ് അല്ല ചെയ്തത്, പക്ഷെ അവിടെയാണ് ആ ഒരു വേർഡ് ഞാൻ കേൾക്കുന്നത്. അപ്പം അതിലൊന്ന് സ്ട്രൈക്കായി. അപ്പം ഞാൻ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതെന്താണ് അറിയാൻ ആ ഒരു രീതിയിൽ ഇതിന്റെ ഒരു കോഴ്സ് നോക്കി. ഓൾറെഡി PG വരെ പഠിച്ചു. പിന്നെ ഇതിന്ന് ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് മെഷീൻ ലേണിംഗിന്റെ ഞാനൊരു 10 month കോഴ്സാണ് എടുത്തത്, ഡാറ്റാ സയൻസിന്റെ. സോ അവിടെയും ഓൾറെഡി നമുക്കും ഫിസിക്സിൽ ആയിരുന്നപ്പോഴും മാത്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ രീതിയിലുള്ള പ്രോഗ്രാമിങ്സും വരുന്നുണ്ട്, വളരെ മൈന്യൂട്ടായിട്ട്. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ കുറച്ചൊരു പാടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്കത് പഠിക്കണം എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാരണം അതങ്ങനെ അങ്ങ് ക്രാക്ക് ചെയ്ത് പോയി. സോ അങ്ങനെയാണ് എൻ്റെ കേസിലൊക്കെ. ഞാൻ +2 ബയോ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമേ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ BC ആണ് ചെയ്തത്, ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് PG ചെയ്തു, MCA. അത് കഴിഞ്ഞപ്പോഴാണ് MCA എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഇപ്പോൾ AI ആയാലും ML ആയാലും DL ആയാലും എല്ലാം ജനറൽ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. അപ്പം അങ്ങനെ ലാസ്റ്റ് ഇയർ പ്രൊജക്റ്റ് ചെയ്ത സമയത്താണ് ഡിസൈനിങ്ങിൻ്റെ ഒരു ഫീൽഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പം അങ്ങനെ ഞാൻ മേൺസ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ മേൺസ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തു. മേൺസ്റ്റാക്ക് ഡെവലപ്പർ. അതെ. അനന്തു ഡേറ്റാ സയൻസ് ഫീൽഡിൽ. ഞാൻ ആക്ച്വലി സപ്ലൈ അടിച്ചപ്പോഴാണ്, സപ്ലികളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതായത് ആക്ച്വലി ഞാൻ കോളേജിൽ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഹാർഡ്വെയർ ആണെങ്കിൽ കൂടി അതിൽ ഓൾമോസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വരുന്നുണ്ട്. C വരുന്നുണ്ട്, ജാവ വരുന്നുണ്ട്, പൈത്തൺ വരുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് സപ്ലൈ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സപ്ലിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ജസ്റ്റ് പാസ്സാവണമല്ലോ. അപ്പോൾ യൂട്യൂബിൽ പഠിക്കാൻ അപ്പോഴാണ് ഞാൻ സീരിയസ്ലി ഈ ഒരു പ്രോഗ്രാമിംഗ് എടുത്തത്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കംപ്ലീറ്റ്ലി യൂട്യൂബ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ജസ്റ്റ് പഠിച്ചത്. യൂട്യൂബ് യൂസ് ചെയ്ത് പൈത്തൺ പഠിച്ചു, റിയാക്ട് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ്ലി IT സപ്ലൈ ആണ് IT എനിക്ക് തോന്നുന്നത് ആക്ച്വലി നമുക്ക് IT വരാൻ ബേസിക്കലി ഏത് ഫീൽഡാണെന്നൊന്നും അതൊന്നും മാറ്റർ ആവുന്നില്ല എന്നുണ്ട്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ചൂസ് ചെയ്യാം. നിങ്ങൾ ഇനി പഠിക്കോ പഠിച്ചില്ലയോ, ബേസിക്കലി ഒരു സ്കില്ലാണ്. നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം ട്രെയിൻ ചെയ്യുന്നതനുസരിച്ച്. കോഡിങ് പഠിക്കാനൊക്കെ പൊതുവെ എല്ലാവർക്കും കോഡിങ് എന്ന് പറഞ്ഞ ഒരു പേടിയുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ? അപ്പം ആദ്യം അങ്ങനെ പേടി ഉണ്ടായിരുന്നോ? പേടി ഉണ്ടായിരുന്നു, പക്ഷെ സപ്ലൈ വീട്ടുകാരുടെ ഇത് അങ്ങനെ പേടി മാറ്റേണ്ടി വന്നു. അങ്ങനെ പേടി മാറ്റി. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു കോഡിങ് എന്ന് പറഞ്ഞ ഒരു പേടിയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആദ്യം ഇപ്പം ബിഗിനേഴ്സ് ആണെങ്കിലും എനിക്ക് ഇതാണ് പറയാനുള്ളത്. എന്താന്ന് വെച്ചാൽ കോഡിങ് ഇച്ചിരി എല്ലാവർക്കും പേടി ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. എനിക്കും പേടി ഉണ്ടായിരുന്നു, എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. പക്ഷെ അത് പ്രാക്ടീസിലൂടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ആദ്യം എല്ലാവർക്കും പേടിയായിരിക്കും അല്ലേ? എനിക്ക് ട്രാഫിക് എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. പക്ഷെ എന്നും പ്രാക്ടീസ് ചെയ്ത് നമുക്കതൊരു മസിൽ മെമ്മറി ആയി മാറി. അതുപോലെ തന്നെ ഈ കോഡിങ്ങും അങ്ങനെയായി മാറും. എന്നും പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ലാപ്ടോപ്പിന് മുമ്പിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. പഠിക്കുന്നവർക്ക് ആദ്യം ഏറ്റവും കൂടുതൽ ടെൻഷൻ എറേഴ്സ് വരുമ്പോഴാണ്. എറേഴ്സ് ഹാൻഡ് ചെയ്യാൻ, പക്ഷെ എത്രത്തോളം എറേഴ്സ് വരുന്നോ നമ്മൾ അത്രത്തോളം റിഫൈൻഡ് ആവും, അത്രത്തോളം അത് പഠിക്കും. നമ്മൾ എറർ വരുത്തി തന്നെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പഠിക്കുന്ന ടൈമിലൊക്കെ യൂട്യൂബ് നോക്കി പഠിക്കും. അങ്ങനെ പഠിക്കുന്ന ടൈമിൽ വലിയ ഹെൽപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് നോക്കുന്നു, അത് തന്നെ ചെയ്യുന്നു, ഓരോന്ന് ചെയ്യുന്നു, എറേഴ്സ് വരുന്നു. പക്ഷെ അങ്ങനെ എറേഴ്സ് വന്ന് നമ്മളെ എറേഴ്സ് ക്ലിയർ ചെയ്താലും മാത്രമാണ്. അതുപോലെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കോഡിങ് പഠിക്കുമ്പോൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം എററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ലാപ്ടോപ്പിൽ കോഡ് ചെയ്ത് തന്നെ പഠിക്കണം. അതെ, അപ്പൊ മാത്രമേ ആ ഫിയർ മാറുള്ളൂ. ലാപ്ടോപ്പിൽ തന്നെ ചെയ്ത് അതെ നോക്കണം.
പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കോഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണല്ലേ. അപ്പൊ നമ്മൾ ബാക്കി ഭാഷകൾ പഠിക്കുമ്പോഴും ഇപ്പം ജർമ്മൻ പഠിക്കുമ്പോഴാണെങ്കിലും IELTS പഠിക്കുമ്പോഴാണ് ഇത് ഫോളോ ചെയ്തു പോകുന്ന ഒരു റൂൾ ഉണ്ട്. സിമിലർ ആയിട്ട് തന്നെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ഇതിനൊരു സിൻടാക്സ് ഉണ്ട്. ആ ഒരു സിൻടാക്സ് മനസ്സിലാക്കി ആ ഒരു സിൻടാക്സ് ഫോളോ ചെയ്ത് പോയാൽ വലിയ പാടില്ലാണ്ട് പിന്നെ ഈ കണ്ടിന്യൂസ് പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ലോജിക്ക് ബിൽഡ് ചെയ്ത് പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ഒന്നും കാണാപ്പാടം പഠിക്കേണ്ടി വരുന്നില്ല അല്ലെ. വേറെ ഏത് കോഴ്സ് പഠിക്കുമ്പോഴും നമുക്ക് കാണാപ്പാടം പഠിക്കണം. ഇവിടെ നമുക്ക് കാണാപ്പാടം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നമ്മുടെ ലോജിക്കാണ് വർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ലോജിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റൂ. അപ്പൊ ആദ്യം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും. ലേണിംഗ് കർവ് അങ്ങനെയാണ്, ആദ്യം ഇച്ചിരി സ്ലോ ആയിരിക്കും, പിന്നെ നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും. അതെ, ആ ഒരു ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാനും അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ക്യൂരിയസ് ആയിട്ട് മുന്നോട്ട് പോകാനും നല്ലതായിരിക്കും. അപ്പം വേറൊരു ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. നമുക്കത് പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിൻടാക്സ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു എഫോർട്ടോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട്. ഏത് ലാംഗ്വേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്? പല ലാംഗ്വേജസ് ഉണ്ടല്ലോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പൈത്തണാണ് പഠിച്ചത്. അപ്പൊ ബാക്കിയുള്ളതിനെ C++ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ഈസിയും പൈത്തൺ ആണല്ലോ. ഒത്തിരി വേരിയബിൾ ഡിക്ലറേഷൻ അങ്ങനെയൊന്നും വരുന്നില്ല. അതെ, ആനന്ദോ? സി ആണ് തുടങ്ങിയത്. ജാവ അങ്ങനെയാണ്. സി, ജാവ, പൈത്തൺ. അപ്പൊ എന്താണ് ഇപ്പം ഒരു ബിഗിനറിന് എന്തോ റെക്കമെൻഡ് ചെയ്യുന്നത്? ഞാൻ ഈ ഒരു ഇത് തന്നെ ആയിരിക്കും. അല്ല, ഏത് ലാംഗ്വേജ് ആണ്? സി ആയിരിക്കും പറയാം. സി ആയിരിക്കും. കാരണം സി ആക്ച്വലി ഭയങ്കര കോർ കോഡിംഗ് ആണ്. നമ്മൾ ആ ഒരു കോർ പഠിച്ചിട്ട് പിന്നെ പൈത്തണിലോട്ടോ അല്ലെങ്കിൽ പിന്നെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും സ്വിച്ച് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഞാൻ സി പഠിച്ചു, അതിനുശേഷം ജാവ പഠിച്ചു. സിയും ജാവയും ഓൾമോസ്റ്റ് കുറച്ച് സെയിം സിൻടാക്സ് വരുന്നുണ്ട്. പിന്നെ അതിൽ ശേഷം പൈത്തൺ പഠിച്ചപ്പോൾ എനിക്ക് പൈത്തൺ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. എനിക്ക് അപ്പൊ ഈ കോഡിംഗ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. ഒരു സെക്ഷൻ പറയും സിയിൽ സ്റ്റാർട്ട് ചെയ്യുക, കാരണം സി ചുടി പറഞ്ഞ പോലെ ഒരു കോർ കോഡിംഗ് ലാംഗ്വേജ് തന്നെയാണ്. സി പഠിച്ച ബാക്കി എല്ലാം സിമ്പിളായി പഠിക്കാമെന്ന് ഒരു വിഭാഗം പറയും. വേറൊരു വിഭാഗം പറയുന്ന പ്രോഗ്രാമിംഗ് കമ്മ്യൂണിറ്റി വേറൊരു വിഭാഗം പറയുന്നതെന്ന് വെച്ചാൽ പൈത്തണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, കാരണം അത് ഇച്ചിരി കൂടെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു പേടി മാറുമെന്ന്. ഇവൻ രണ്ട് ഭാഗവും കറക്റ്റ് തന്നെയാണ്. ഏത് രീതിയിൽ ബോട്ടം ടോപ്പ് അപ്രോച്ചും എടുക്കാം, ടോപ്പ് ബോട്ടം അപ്രോച്ചും എടുക്കാം. ശരിക്കും ഈ IT ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നാളെ ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരും. അന്നേരവും അത് പഠിക്കണം. ഈ ഒരു കോർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പൈത്തൺ പക്ഷേ ഒരുപാട് മാറിയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. ഒരുപാട് സിൻടാക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സിയിൽ എഴുതുന്ന ഒരു 7-8 ലൈൻസുള്ള കോഡ് പൈത്തണിൽ നമുക്ക് ചിലപ്പോൾ ഒരൊറ്റ ലൈനിൽ എഴുതാൻ പറ്റിയേക്കും. പക്ഷെ ആ ഒരു കോർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോജിക്ക് ഉണ്ടാവും. ലോജിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ സ്റ്റിൽ ഡിബേറ്റബിൾ ആണ്. ഇപ്പം ChatGPT ഒക്കെ വന്നതോടുകൂടി ഇപ്പൊ നമുക്ക് സി തന്നെ പഠിക്കണമെന്നോ ഇല്ല. അത് നമുക്ക് ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ MCA ആണ് പഠിച്ചത്, PG ചെയ്തു. അത് കഴിഞ്ഞിട്ട് മേൺ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചു. അപ്പോൾ അതിലെങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മൾ ആദ്യമേ ഫ്രണ്ട് എൻഡ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ബാക്ക് എൻഡിൽ കുറച്ച് ടെക്നോളജീസ് പഠിക്കും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു റോഡ് മാപ്പ്. ഇപ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഒരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കും? പലരും ചോദിക്കുന്നതാണ്, ഒരു ഡേറ്റ സയന്റിസ്റ്റ് ആവാൻ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അതിൻ്റെ റോഡ് മാപ്പ് എന്താ പറഞ്ഞു തരുമെന്ന്. പക്ഷെ ഞാൻ പറയും, ഈ ഡേറ്റ സയൻസ് എന്ന് വെച്ചാൽ ഒരു വാസ്റ്റ് ഫീൽഡാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയാം. മാത്സ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്, മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ പറയും, നിങ്ങളൊരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ടൈലർ ചെയ്തിട്ടൊരു റോഡ് മാപ്പ് നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. നിങ്ങളാണത് ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഒരു ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, മേ ബി സ്റ്റാർട്ട് വിത്ത് പ്രോഗ്രാമിംഗ്. ഏതെങ്കിലും ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലൈക്ക് പൈത്തൺ ആണ് നമ്മൾ നോർമലി ഡേറ്റ സയൻസിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ സ്റ്റാർട്ട് ചെയ്യുക. കോൺസെപ്റ്റ്സ് ലൈക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ, പാണ്ടാസ്, ഇതൊക്കെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പൈത്തൺ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷം നിങ്ങൾ മാത്സിലോട്ട് പോവുക. മാത്സ് നിങ്ങൾക്ക് പേടിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ മാത്സ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പഠിക്കുക. എസ്പെഷ്യലി സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്യുക. കാൽക്കുലസും ലീനിയർ ഓൾജിബ്രയും അധികം ഫോക്കസ് ചെയ്താലും കുഴപ്പമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് സമയം എടുത്ത് പഠിക്കുക, തറവായി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ മെഷീൻ ലേണിംഗ് കോർ കോൺസെപ്റ്റ്സ് ലൈക്ക് ഇങ്ങനെ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അതിലോട്ടൊക്കെ പോവുക. എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്താണ് റിഗ്രഷൻ, അങ്ങനെ. അതിനുശേഷം നിങ്ങൾ മെഷീൻ ലേണിംഗ് ആൽഗരിതംസിലോട്ട് പോവുക. ആൽഗരിതംസ് പഠിക്കുക. എല്ലാ ആൽഗരിതംസും പഠിക്കാതെ ഏതെങ്കിലും ഒരു ആൽഗരിതം കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് നന്നായി പഠിക്കുക. അതുമായിട്ട് ബന്ധമുള്ള
പ്രോജക്ട്സ് ചെയ്യുക, എന്നിട്ട് ബാക്കി ആൽഗരിതംസിലോട്ട് പോകും. ഒരു ആൽഗരിതം സമയം എടുത്ത് പഠിക്കുക, ബാക്കി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തിയറി ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് തിയറി പഠിക്കണം. പക്ഷേ ഒരു 10 മാസം തന്നെ കണ്ടിന്യൂസ് തിയറി പഠിക്കാതെ ഓരോ കോൺസെപ്റ്റ് പഠിച്ചാൽ ഇമ്മീഡിയറ്റ്ലി പാരലി നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോജക്ട്സ് ചെയ്യുക, ലിറ്ററേച്ചർ പേപ്പേഴ്സ് വായിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പം ഓട്ടോമാറ്റിക് ഒരു പകുതി എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലൂ കിട്ടും, എന്താണ് മെഷീൻ ലേണിംഗ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹോൾഡ് കിട്ടും. പിന്നെ തന്നെ നിങ്ങളത് പഠിച്ചോളും. പക്ഷേ സ്റ്റാർട്ടിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മാത്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലേ, മാത്സ് കാൽക്കുലസിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു. അപ്പൊ നമ്മളൊരു ന്യൂ കമർ, അതായത് ഒരു ഡാറ്റാ സയൻസ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർ പെട്ടെന്ന് ഈ മാത്സ് കാൽക്കുലസ് ഒക്കെ കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു പേടി സ്വപ്നമാണല്ലോ. അപ്പം ബാക്ക് ഓഫ് ചെയ്യാറുണ്ട്, മാത്സ് ഉണ്ടോ, മാത്സ് ഉണ്ടോ, മാത്സ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ബാക്ക് ഓഫ് ചെയ്യാറുണ്ട്. സോ അത്രത്തോളം പേടിക്കേണ്ട കാര്യമുണ്ടോ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പം ഈ മാത്സിനെ? ഓക്കെ. അത് മാത്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാം. പലരും ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ഓഫ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ഒന്ന് മാത്സ്, ഒന്ന് പ്രോഗ്രാമിംഗ് ആണ്. മാത്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാത്സ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറഞ്ഞ പോലെ നന്നായി അറിയണം. സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഡേറ്റ് കിട്ടി അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു മോഡൽ റിസൾട്ട്സ് തന്നാൽ അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. ഈ ആക്ഷനബിൾ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ഒരു സ്റ്റേക്ക് ഹോൾഡറിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. സ്റ്റാറ്റിസ്റ്റിക്സ് എളുപ്പമാണ് കമ്പയർഡ് ടു കാൽക്കുലസ് ആൻഡ് ലീനിയർ ആൾജിബ്ര. പക്ഷേ ഈ പറഞ്ഞ ഈ കാൽക്കുലസും ലീനിയർ ആൾജിബ്രയും അറിഞ്ഞെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. ഒരുപാട് അറിയണമെന്നില്ല. കാരണം ഇപ്പം മിക്ക മെഷീൻ ലേണിംഗ് മോഡലും ടൂൾസും ഒക്കെ ഈ കോൺസെപ്റ്റ്സിനൊക്കെ, ഈ മാത്സ് കോൺസെപ്റ്റിനെയൊക്കെ ഒരുപാട് അബ്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് അറിയണമെന്നില്ല. പക്ഷെ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നന്നായി ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും, എന്താണ് ആ മോഡലിൻ്റെ ബാക്കിൽ നടക്കുന്നത് എന്ന് പറ്റും. റിസർച്ചിലോട്ട് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇത് അറിയണം. അങ്ങനെ മാത്സ് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് നമ്മുടെ രീതിയിൽ. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ അൽഗോരിതംസിന്റെ കാര്യം പറഞ്ഞു അല്ലേ. നമുക്കിപ്പം കുറെ അൽഗോരിതംസ് ഉണ്ട്. ഇപ്പൊ ലോജിസ്റ്റിക് റിഗ്രഷൻ, KNN, റാൻഡം ഫോറസ്റ്റ് ഡിസിഷൻ ട്രീ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു അൽഗോരിതം പഠിക്കുമ്പോൾ അത് ഏതായിരിക്കണം പഠിക്കണം, അത് ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു വരുന്നതാണ് ഈസി ആയിട്ട് ഉണ്ടാവും? ശരിയാ, കുറെ അൽഗോരിതംസ് ഉണ്ടല്ലോ അല്ലെ. അപ്പം പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. ഞാൻ പറയും ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ലീനിയർ റിഗ്രഷൻ. കാരണം അതൊരു മെഷീൻ ലേണിംഗ് മോഡൽ മാത്രമല്ല, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലാണ് ശരിക്കും പറഞ്ഞാൽ. ലീനിയർ റിഗ്രഷൻ പഠിച്ചാൽ നിങ്ങൾക്ക്, ഞാൻ പറയും നിങ്ങൾ മെഷീൻ ലേണിംഗ് പഠിച്ചു എന്ന്. ലീനിയർ റിഗ്രഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾ എല്ലാം പഠിച്ചു, അതിലെല്ലാ കോൺസെപ്റ്റ്സും വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡേറ്റ ഹാൻഡ്ലിംഗ് പഠിക്കുന്നു, അതിൽ തന്നെ ഇംപ്യൂട്ടേഷൻ, ഡേറ്റ ഇംപ്യൂട്ടേഷൻ, പിന്നെ ട്രെയിനിങ്, ഒപ്റ്റിമൈസേഷൻ, ഓവർ ഫിറ്റിംഗ്, അണ്ടർ ഫിറ്റിംഗ്, എല്ലാ കോൺസെപ്റ്റ്സും ഇതിൽ തന്നെ വരുന്നുണ്ട്. റെഗുലറൈസേഷൻ, എല്ലാ കോൺസെപ്റ്റ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം കവർ ചെയ്യുന്ന പോലെ തന്നെ ലീനിയർ റിഗ്രഷൻ പഠിക്കുക, ഒരു 6 മാസം എടുത്ത് പഠിക്കുക. പിന്നെ ബാക്കി എല്ലാ അൽഗോരിതംസും നിങ്ങൾക്ക് പെട്ടെന്ന് ആഴ്ചകളിൽ പഠിക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ലീനിയർ റിഗ്രഷൻ. പിന്നെ ഈ ക്ലാസിഫിക്കേഷൻ മോഡൽ ലൈക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ, SVM പോവുക, പിന്നെ റാൻഡം ഫോറസ്റ്റ് പോവുക, പിന്നെ ഈ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ലൈക്ക് XGBoost, അങ്ങനത്തെ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ്, അങ്ങനെയുള്ള ആൽഗോരിതംസിലോട്ട് പോവുക. പിന്നെ ഡീപ്പ് ലേണിംഗ് ആൽഗോരിതംസ് ലൈക്ക് ന്യൂറൽ നെറ്റ്വർക്ക്, ഇൻസെപ്ഷൻ, അതിലോട്ടൊക്കെ പോവുക. പക്ഷെ ലീനിയർ റിഗ്രഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ AI പറ്റിയിട്ട് സംസാരിച്ചില്ലേ. നമ്മൾ എന്തായാലും അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.